ക്യാമ്പസുകളിൽ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയെക്കുറിച്ച് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു പോയിന്റിലില്ല എങ്കിലും അതിൻ്റെ ഒരു ചെറിയ വശം ഇവിടെ ഉണ്ട്. ക്യാമ്പസിൽ പെൺകുട്ടികളുമായി ഇടപഴകുന്നത് സംബന്ധിച്ച ഇസ്ലാമിക വിധികൾ നോട്ടം താഴ്ത്തുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. എൻ്റെ വനിതാ ബാച്ച്മേറ്റിനൊപ്പം എനിക്ക് എല്ലായ്പ്പോഴും ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ട്. അവരോടുള്ള എൻ്റെ സമീപനം എങ്ങനെയായിരിക്കണം? അവരെ കാണുമ്പോൾ എനിക്ക് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹായ് ആശംസിക്കാമോ, അല്ലെങ്കിൽ എൻ്റെ നോട്ടം താഴ്ത്തിക്കൊണ്ടേയിരിക്കണം എന്നൊരു പ്രശ്നം. ഇത് ഒരു തെറ്റിദ്ധാരണ പൊതുവേ നമ്മുടെ ഈ പുതിയ തലമുറക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കതിലൊരു വേണ്ടാത്ത ചിന്തയോ അല്ലെങ്കിൽ മോശമായ ഒരു താല്പര്യമോ ഒന്നുമില്ല. ഞാൻ നോർമൽ ടോക്കാണ് ചെയ്യണത്. നമ്മുടെ പാഠ്യ വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കണം. നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അതായത് ഈ ആണും പെണ്ണും തമ്മിൽ ഒരു ആകർഷണീയതയുണ്ട്, ഒരു അട്രാക്ഷനുണ്ട്. അത് അംഗീകരിക്കപ്പെട്ട ഒരു തത്വമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ്. കാരണം ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീ ആകർഷിക്കപ്പെടും, ഒരു സ്ത്രീയിലേക്ക് പുരുഷൻ ആകർഷിക്കപ്പെടും. ഇതിപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമുള്ള സംഭവമല്ല, എല്ലാ ജീവജാലങ്ങളിലും ഇതുണ്ട്. ആ ആകർഷണത്തിനൊരു കാരണമുണ്ടാവും, ആകർഷിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അപ്പോൾ മനുഷ്യനിലെ ആകർഷണീയത സ്നേഹം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഒരു സ്നേഹം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മൾ തമ്മിലൊരു ബന്ധം വരും. അപ്പോൾ നമ്മൾ ഒരു നോർമൽ സംസാരം മതി, നമ്മളതിലേക്ക് എത്തും. നമ്മളൊരു നിരന്തരമായി നമ്മൾ ഒരാളെ കൂടെ യാത്ര ചെയ്താൽ മതി. നമുക്ക് ഒരാളെ കൂടെ എന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, ആണും പെണ്ണും ഇടകലരുന്നിടത്ത് എന്ത് ചെയ്യണം, ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണമെന്നാണ്. ഇപ്പോൾ ഇഖ്തിലാത്ത് എന്ന് പറയും, ഈ കൂടിക്കലരൽ പാടില്ല എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷേ കൂടിക്കലരാൻ പാടില്ല എന്നതിനൊരു ഹദീസോ ആയത്തൊന്നും നമ്മൾ തിരഞ്ഞാൽ കാണില്ല. ഒരാണും പെണ്ണും ഒന്നിച്ച് സംസാരിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, ഒപ്പുണ്ടാവാൻ പാടില്ല എന്നിനും നമ്മൾ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില ആവശ്യഘട്ടങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പരസ്പരം ഇടപഴകേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സ്ത്രീകളോട് പറഞ്ഞത് വക്കുൽന കൗല മാറൂഫ, നല്ല വാക്ക് പറഞ്ഞോളി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സംസാരങ്ങളും ബന്ധങ്ങളും മറ്റൊരു തലത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം. അതാണ്. അപ്പോൾ അതിൽ ഒന്നാണ്, ഇപ്പോൾ നമ്മളൊരു 5-6 ആൾക്കാരിൽ നിന്ന് സംസാരിക്കുകയാണ്, അതിലൊരു പെണ്ണുണ്ട്, ഒരാണുണ്ട്. സ്വാഭാവികമായും എന്ത് ചെയ്യും, നമ്മളൊരു പൊതുവിഷയം സംസാരിക്കുള്ളൂ. അങ്ങനെ ഓരോരുത്തർ എഴുന്നേറ്റ് അങ്ങനെ പോയി. അവസാനം എന്ത് ചെയ്തു, ഒരാണൊരു പെണ്ണും ഒറ്റക്കായി. പിന്നീട് അവർ സംസാരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക അറിയോ, നേരത്തെ വിഷയങ്ങളൊന്നും അവർ സംസാരിക്കൽ, പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടക്കും. എവിടെയാണ് വീട്, എന്താ വർത്താനം, എങ്ങനെയാണ് വിവാഹം കഴിച്ചിട്ടുണ്ടോ, എന്താണ് വിവാഹത്തിൻ്റെ കാഴ്ചപ്പാട്, എന്താണ് സംഗതി, എത്ര പ്രായമായി. അപ്പോൾ പിന്നെയുള്ള സംസാരങ്ങൾ ക്രമേണ എന്താകും, അത് അവർ തമ്മിലുള്ള ഒരു മാനസിക ബന്ധത്തിലേക്കും ആകർഷണത്തിലേക്കും പോകും. അതാണ് ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ. അതുമാതിരി നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരത്തിൻ്റെ തലങ്ങൾ മാറും. ഇപ്പോൾ ഫോൺ കൊണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ചാറ്റ് ചെയ്യുമ്പോൾ 2 ആൾ മാത്രമേ കേൾക്കണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അവിടെ ചാറ്റിങ്ങിൻ്റെ തലങ്ങൾ മാറും. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ആണും പെണ്ണും ഇടപഴകുന്നത് സൂക്ഷിക്കുക എന്നുള്ളത്, ആ ഇടപഴകുമ്പോൾ സംഭവിക്കുന്ന തിന്മകൾ മാത്രമല്ല, അത് പിന്നീടൊരു ബന്ധത്തിലേക്കും അവിഹിതത്തിലേക്കും സാധ്യത ഉണ്ടാവും. ഇപ്പം ഇന്നിവിടെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ഒരു 100% ആളുകളെ നമ്മൾ പരിശോധിച്ചാലും അവരെന്താണ്, എനിക്കൊരു പ്രേമം വേണം, എനിക്കൊരു പെണ്ണ് വേണം, അത് ഇങ്ങനത്തെവളായിരിക്കണം, അങ്ങനത്തെവൾ ഈ ക്യാമ്പസിൽ എവിടെയെങ്കിലും ഉണ്ടോ, എന്നെക്കാൾ ഒരു 4 വയസ്സ് കുറവുള്ള, കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ള, വലിയ തടിയൊന്നുമില്ലാത്ത, നല്ലൊരു ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള, ഇങ്ങനെ ആരെങ്കിലും പ്രേമിക്കലുണ്ടോ? അതായത് നമ്മളുടെ നോർമൽ ഇടപഴകലുകൾ എന്താകുന്നു, ഒരു പ്രേമത്തിൽ. ആ പ്രേമം എന്തിലേക്ക് എത്തുന്നു, അവിഹിതങ്ങളിലേക്ക് എത്തുന്നു. അത് പിന്നെ ഫിസിക്കലായിട്ടുള്ള റിലേഷനിലേക്ക് പോകുന്നു, അത് വിവാഹമായി പരിണമിക്കുന്നു, അത് പിന്നെ പ്രശ്നങ്ങളാകുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്, ഈ സുഹൃത്ത് ചോദിച്ച പോലുള്ള ഇടപഴകലുകളിലൂടെ വരുന്നത്. അപ്പോൾ ഇടപഴകുന്നതിലൂടെ ഇങ്ങനൊരു മഹാ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇടപഴകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കാര്യം.